ഹലോ ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സീതാദേവി ലവകുശ ക്ഷേത്രത്തിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാൻ ഈ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ആദൂട്ടിനെ കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ഇന്ന് സാധിച്ചു കേട്ടോ. നമ്മുടെ പുൽപ്പള്ളിയിലെ പ്രശസ്തമായ ഒരു അമ്പലമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ആദൂട്ടിനെ ഈ അമ്പലത്തിൽ കൊണ്ടുപോകണം, തൊഴിയിക്കണം, ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നോക്കിയിരുന്ന് ആദൂട്ടിക്ക് ഇന്നാട്ടോ നമുക്ക് പോകാൻ പറ്റിയത്. അത് ചേട്ടയുടെ പെങ്ങളുടെ മക്കളുണ്ട്, മാളൂസ്, ഉണ്ണിക്കുട്ടൻ, ഞാൻ, ചേട്ടായി, ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോയത്. ആദൂട്ടിയുടെ അച്ഛൻ, ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത്. അപ്പോൾ ആദൂട്ടിയുടെ അച്ഛനാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ വിചാരിച്ചു എല്ലാവരും ഒന്ന് വീഡിയോ കാണിച്ചു തരാമെന്ന് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാകും. പിന്നെ പുൽപ്പള്ളിക്കാർക്കൊക്കെ ഈ അമ്പലം അറിയാം കേട്ടോ. ഈ അമ്പലം അറിയാത്ത ആരും തന്നെ ഇല്ല. നമ്മളിവിടുന്ന് രാവിലെ 9 മണിയായപ്പോൾ പോയതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ അമ്പലം കാണിക്കണമെന്ന്. ഇങ്ങനെ ആദൂട്ടിനെ എടുത്തുകൊണ്ട് ഞാൻ മുമ്പിൽ പോവുകയാണ് കേട്ടോ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്, ഈ അമ്പലത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നതൊക്കെ കേട്ടോ. ഞാനും അമ്പലത്തിൽ പോയിട്ട് 5 കൊല്ലമായി. അപ്പോൾ ഉത്സവത്തിനൊക്കെ പോകും. അന്നേരം നമുക്ക് തിരക്ക് കാരണം ഇങ്ങോട്ട് ഇറങ്ങാൻ സമയം കിട്ടത്തില്ല. ആദൂട്ടിനെ ആണെങ്കിലും ഈ അമ്പലത്തിൽ നമ്മൾ ഇതുവരെ കൊണ്ടുപോയി തൊഴുതിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോകാമെന്നും പറഞ്ഞ് ഞാൻ ഇന്ന് പോയതാണ്. കാരണം നമ്മൾ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നും നടക്കത്തില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു പോകാമെന്ന് വിചാരിച്ച് പോയതാണ്. പിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കടം കയറിയിട്ട് ഒളിച്ച് നിൽക്കുകയെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയുള്ളവരൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരെ. ഞാൻ വയനാട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമാണ് ഈ പറയുന്നത് മൊത്തം. എനിക്ക് നാട്ടിൽ പോകാൻ പറ്റിയാലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആവശ്യമില്ലാത്ത കാര്യമാണ് കേട്ടോ ഈ പറയുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ മാളൂസ്, ശിഖമോളും ഞങ്ങളെല്ലാവരും കൂടി വഴിപാട് ആദൂട്ടിൻ്റെ പേരിൽ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പുഷ്പാഞ്ജലി, നെയ്വിളക്കും, എള്ളുതിരി, തൃമധുരവും ഇത് കഴിപ്പിച്ചു കേട്ടോ. കാരണം നമ്മൾ കുറേ നാൾ കൂടിയല്ലേ പോകുന്നത്. ആ ആദൂട്ടിൻ്റെ പേരിൽ അതൊക്കെ കഴിപ്പിച്ചു. ഇപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ മാനികാവ് ശിവക്ഷേത്രത്തിലൊന്ന് പോകണമെന്നുണ്ട്. തിങ്കളാഴ്ച കേട്ടോ. തിങ്കളാഴ്ച അവിടെ ഒന്ന് പോകണമെന്നുണ്ട്. കാരണം നമ്മൾ വയനാട്ടിൽ വരുമ്പോഴല്ലേ എല്ലാം നടക്കുകയുള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് അവിടെ ഒന്ന് പോകണമെന്നുണ്ട് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നമ്മളൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അവിടെ നിന്നിട്ടൊന്ന് മൊത്തത്തിലെടുത്താണ്, പരിസരമൊക്കെ ഒന്ന് മൊത്തം എടുത്താണ് കേട്ടോ. ഇതാണ് ശരിക്കും നമ്മുടെ സീതാദേവിയും മക്കളും ലവകുശന്മാരും അമ്പലം കേട്ടോ. അപ്പം വഴിപാടൊക്കെ കഴിച്ച് നമുക്ക് രസീറ്റൊക്കെ കിട്ടി നമ്മൾ അങ്ങോട്ട് പോകുവാണേ. അതുകൂട്ടിയാണെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങനെ അമ്പലത്തിലൊക്കെ, നമ്മുടെ വയനാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്നത്. അതുകൂട്ടി ഉണ്ടായപ്പോൾ തൊട്ട് ഞാനിങ്ങനെ കറക്കമല്ലായിരുന്നു മോൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ണിക്കൂട്ടനാണ് ചീട്ട് മേടിച്ചിട്ട് നടക്കുന്നതൊക്കെ. ഞങ്ങളപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ ഒന്ന് പോയതാണ് കേട്ടോ. ഒരുപാട് മനസ്സ് നിറഞ്ഞ ദിവസമാണ് കേട്ടോ ഇന്ന്. ഒത്തിരി മനസ്സ് നിറഞ്ഞൊരു ദിവസമാണ്. ഇതാണ് നമ്മുടെ സീതാദേവി അമ്മയുടെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഫ്രണ്ട്. അതെന്തായാലും നമ്മൾ അവിടെ അങ്ങോട്ട് കാണിക്കുന്നില്ല, വിഗ്രഹമൊന്നും കാണിക്കത്തില്ല കേട്ടോ. അതങ്ങനെ കാണിക്കാൻ പറ്റത്തുമില്ല, അതുകൊണ്ട് വിഗ്രഹമൊന്നും കാണിക്കത്തില്ല. പിന്നെ വീഡിയോ എടുക്കുന്നതിന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ സീതാദേവി അമ്മേനെ തൊഴുതിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനും ശിഖയും കൂടി പോകുവാണ് കേട്ടോ. നമ്മുടെ ശിഖക്കുട്ടി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എവിടെ പോകാനും സുഖമാണ്. എല്ലാം പിടിച്ചോളും. മാമി എന്ന് പറഞ്ഞ ശിഖമോള് എല്ലാം പിടിച്ചോളും. ഉണ്ണീനെ പോലെ തന്നെ ആദൂട്ടീനെ എടുക്കാനും നമ്മുടെ ശിഖമോൾക്ക് അറിയാം കേട്ടോ. പിന്നെ നമ്മുടെ സായിക്കൂട്ടനും ഉണ്ണിയും. ചന്ദ്രൻ നേരെയാണോ എന്ന് ചോദിക്കുന്നതാണ് ഉണ്ണിക്കുട്ടൻ, സായിക്കൂട്ടനും. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നാണ് കേട്ടോ. ഇവിടെ ലവകുശന്മാരാണ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതെ കേട്ടോ. അപ്പം നമ്മളവിടെ നടന്ന് വന്നിട്ട് ഇവിടെ വന്നതാണ്. പുൽപ്പള്ളിയിൽ എല്ലാവരും ഒന്ന് വന്ന് നോക്കൂട്ടോ. ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനുവരി 4 തൊട്ട് 8 വരെയാണ് കേട്ടോ. ഇവിടുത്തെ ഉത്സവം മുരുകന്മാരാണ് കേട്ടോ, മുരുകന്മാർ. അപ്പോൾ അവിടെയൊക്കെ തൊഴുത് നമ്മൾ പോകുവാണ്. എള്ളുതിരി കത്തിക്കാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് ഇവിടെയാണ് കേട്ടോ. നമ്മുടെ അയ്യപ്പൻ്റെ നടേൻ്റെ മുമ്പിലാണ് എള്ളുതിരി കത്തിക്കാമെന്ന് പറഞ്ഞ് എടുത്തേക്കുന്നത്. നെയ്വിളക്കൊക്കെ അവർ കത്തിച്ചു. കാരണം അത് നമുക്ക് സീതാദേവി അമ്മേൻ്റെ വിഗ്രഹം അത് നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ ആദൂട്ടി ഹാപ്പിയാണ്. ആദൂട്ടി ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. കാരണം ഇതൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഈ അമ്പലത്തിൽ കുഞ്ഞിനെയും കൊണ്ട് പറഞ്ഞത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ മൊത്തം എൻ്റെ ആദൂട്ടീനെ കൊണ്ടുപോകണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഏതോ ചേച്ചിയാണ് നമ്മുടെ ഇടയ്ക്ക് വന്ന് പെട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എള്ളുതിരി കത്തിക്കുവാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നിലവിളക്കിൽ നിന്ന് എടുത്തിട്ട് വേണം നമുക്ക് പുറത്തേക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എള്ളുതിരി കത്തിക്കുവാണ് കേട്ടോ. ഇത് അയ്യപ്പനാണ് കേട്ടോ, അയ്യപ്പൻ്റെയാണ്. അയ്യപ്പൻ്റെ മുമ്പിലാണ് എള്ളുതിരി കത്തിക്കുന്നത്. അതും നമ്മുടെ ആദൂട്ടിയുടെ പേരിലാണ്. നമ്മളൊരു അമ്പലത്തിൽ പോയപ്പോൾ എള്ളുതിരിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മഹേഷും
പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ ആ വശം മൊത്തമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സീതാദേവി അമ്മയുടെ അമ്പലവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ നാളെ നമ്മൾ ബത്തേരിക്ക് പോകുന്നുണ്ട്. നാളെ ബത്തേരിക്കാട്ടോ പോകുന്നത്. നാളെ ബത്തേരി ചെറിയൊരു പരിപാടിയുണ്ട്. നമ്മളെല്ലാവരും കൂടി നാളെ ബത്തേരിക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു നോടം വരെ ഇവിടെ കറക്കമായിരിക്കും. അങ്ങനെ ഇത് മൊത്തം ഇതൊന്നും ഞാൻ വീട്ടിൽ അങ്ങ് പോരുമ്പോഴൊന്നും ഇതൊന്നുമില്ല. മാവ് നട്ടിട്ടും അതൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ. കാലം മാറുന്നതനുസരിച്ച് ഓരോന്നോരോന്ന് മാറ്റങ്ങൾ ഒരുപാട് വന്നു. അങ്ങനെ നമ്മൾ തൊഴാൻ വേണ്ടി നടക്കുവാണ് കേട്ടോ. വലിയ അമ്പലമാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വലിയ അമ്പലമാണ്. അപ്പോൾ തൊഴാൻ വേണ്ടി നമ്മൾ നടക്കുവാണ്. എനിക്ക് ആദൂട്ടിനെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആദൂട്ടിനെ എല്ലായിടവും നടന്ന് കാണിക്കണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ചിലർ പറയും ഞാൻ വീട്ടിൽ വന്നിട്ട് ഒളിച്ച് താമസിക്കുമായിരുന്നു. ഒളിച്ച് താമസിക്കുമൊന്നുമല്ല. ഇത് ഞാൻ പുൽപ്പള്ളി പോയി. പിന്നെ അവിടെ ഒരു മാണിക്യം മെസ്സുണ്ട്. കഞ്ഞി കുടിക്കാൻ പോയി. കഞ്ഞി കുടിക്കുന്നതിൻ്റെയൊക്കെ നാളെ ഇടാം കേട്ടോ. മെസ്സിൽ പോയി കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ നാളെ ഇടാവേ. അങ്ങനെ ഞങ്ങൾ തൊഴുവാണ് കേട്ടോ എല്ലാവരും കൂടി. ആദൂട്ടിയുടെ അച്ഛനാണ് നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ ഗണപതിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ആദൂട്ടിനെയും കൊണ്ട് നമ്മൾ തൊഴുതിട്ട് പോവുകയാണ്. ഇവിടെ ഗണപതി അങ്ങനെ ഉള്ള ഇതാണ് കേട്ടോ. എല്ലായിടത്തും ഇത് കണ്ടോ. നല്ലൊരു അമ്പലമാണ്. നല്ലൊരു ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇതാണ്. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, കോളേജിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ സ്ഥിരമായി പോയിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. ഒരുപാട് ആഗ്രഹിച്ച് പോയതാണ്. ഇന്ന് ഒത്തിരി ആഗ്രഹിച്ച് പോയതാണിത്. നമ്മുടെ സീതാദേവിയമ്മ ആദൂട്ടിക്ക് ഓടി നടത്തും. അതെനിക്ക് ഉറപ്പാണ് കേട്ടോ. സീതാദേവിയമ്മ ആദൂട്ടിനെ എല്ലാം ശരിയാക്കി തരും. അപ്പോൾ മഴ ചാറ്റലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നടക്കുവാണ് കേട്ടോ. നമ്മുടെ മാളൂസും ശരിയാണെങ്കിൽ രാവിലെ ഒന്ന് സാരി എടുത്തിട്ട് പിന്നെ രണ്ടുപേരും ഊരി വെച്ചു കേട്ടോ. അങ്ങനെ ഇത് നിലവിളക്കാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസമൊക്കെ അവിടെ മൊത്തം തിരി കത്തിക്കുകയൊക്കെ ചെയ്യുവേ. നമ്മൾ ചന്ദനമൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് തൊട്ടിട്ടുണ്ടായിരുന്നു. അതുകൂട്ടി എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദനം മൊത്തം മായ്ച്ച് കളഞ്ഞു. ഇത് നമ്മുടെ സീതാദേവി അമ്മയുടെ അമ്പലത്തിലെ കുളമാണ് കേട്ടോ. ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ രാവിലത്തെ ഷോർട്സ് വന്നേക്കുന്നത്. ഇത് നമ്മുടെ മാളുക്കൊച്ചും ശിഖയും കൂടി പോയി കണ്ണാടി നോക്കിയിട്ട് തൊഴുന്നതാണ്. അല്ല, ചന്ദ്രൻ തൊടുന്നതാണ് കേട്ടോ. എനിക്കിങ്ങനെ വോയിസ് കൊടുക്കാൻ അങ്ങനെ ഒരുപാട് അറിയത്തില്ല. കാരണം ഞാൻ വോയിസ് കൊടുക്കാതെയല്ലേ നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വോയിസ് അങ്ങനെ ഒരുപാട് കൊടുക്കാൻ അറിയത്തില്ല. ഇത് നമ്മുടെ നാഗത്തിൻ്റെയാണ് കേട്ടോ. ഇവിടെ വൈകുന്നേരം 6 മണി വരെയാണ്. 6 മണി വരെ ഉള്ളൂ കേട്ടോ. 6 മണി വരെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. നാഗത്തിന് ഇങ്ങോട്ട് നമുക്ക് വൈകുന്നേരം 6 മണി വരെ വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഈ പരിസരത്തേക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഓരോന്ന് പറയണേ. ഇവിടെ നാഗത്തിൻ്റെ പൂവില്ലേ, ആ പൂവിൻ്റെയാണ് കേട്ടോ. നാഗത്തിൻ്റെ പൂവൊക്കെ ഉണ്ട്. ആദൂട്ടിയുടെ അച്ഛൻ വീഡിയോ എടുത്തപ്പോൾ അത്യാവശ്യം നന്നായി തന്നെ വീഡിയോ എടുത്തു. നാഗത്തിൻ്റെ പൂവാണ് കേട്ടോ അത്. ഞാനവിടെ കോളേജിലൊക്കെ വരുമ്പം ഇതെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. നാഗത്തിൻ്റെ പൂവാണ്. ഞാൻ പറഞ്ഞില്ല, ഒത്തിരി ആഗ്രഹിച്ച് നമ്മൾ വന്നതാണ് കേട്ടോ. അത് ഞാൻ വിചാരിച്ചു എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം. സീതാദേവി അമ്മയുടെ അമ്പലമൊന്നും ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് നടക്കുവാണ്. കാരണം 60 നൂറ്റാണ്ട് കാലം നമ്മുടെ അമ്മയുടെ സീതാദേവി അമ്മയുടെ ചിലമ്പ് എഴുന്നള്ളിച്ച് നമ്മുടെ ശങ്കരൻകുട്ടി, നമ്മുടെ ആനയുണ്ട് കേട്ടോ. ആന അവിടെയാണ് അടക്കം ചെയ്തത്. അതും നമ്മുടെ സ്വന്തം ആനയായിരുന്നു. അമ്പലത്തിൻ്റെ സ്വന്തം ആനയായിരുന്നു. ആക്കൊരു ചെവി എന്തോ ഒരു ഇത് പറ്റി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആനയുടെ ഇതൊക്കെ പ്രതിമയൊക്കെ സ്ഥാപിച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുവാണ്. അവിടെ അവിടെ മക്കൾ ആദൂട്ടിനെ ആനേനെ കാണിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് പ്രതിമയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് അതിനെ അടക്കം ചെയ്തേക്കുന്നത്. അന്നേരം പ്രതിമേനെ നമുക്ക് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകുവാണ് കേട്ടോ നമ്മൾ. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ, നമ്മൾ പുൽപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഇതാണ് ഫ്രണ്ട്, മറ്റേത് പടിഞ്ഞാറേ വശം കേട്ടോ. അങ്ങനെയാണ്. ഇവർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേ മഴ പെട്ടെന്ന് മാറി കേട്ടോ. മഴയ്ക്കറിയാം നമ്മുടെ ആദൂട്ടിനെയും കൊണ്ട് നടക്കേണ്ടതാണ്. അതുകൊണ്ട് മഴ പെട്ടെന്ന് മാറി. മഴ മാറിക്കഴിഞ്ഞപ്പം ഞങ്ങൾ പോയതാണ്. ശിഖമോളും സായിക്കുട്ടനും ഇന്നലെ വന്നതാണ് കേട്ടോ. അവരിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുമ്പോൾ അവർ പോകുള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവർ നമ്മൾ ഉള്ളപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും. കാരണം ആ മക്കളുണ്ടെങ്കിലേ എനിക്കൊരു സുഖമുള്ളൂ കേട്ടോ. ഇവരെല്ലാവരും എനിക്കൊരുപോലെയാണ്. അപ്പോൾ അവരുണ്ടെങ്കിലേ എനിക്കൊരു സുഖമുള്ളൂ. ഇത് ആലാണ് കേട്ടോ, ആല്. ഇവിടുത്തെ ഉത്സവം ഞാൻ പറഞ്ഞില്ലേ, പേര് കേട്ട ഉത്സവമാണ്. ഭയങ്കര വലിയ ഉത്സവമാണ് കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ഇത് കണ്ടോ, നമ്മുടെ ആന, നമ്മുടെ ശങ്കരൻകുട്ടി. ഇതാണ് കേട്ടോ ആനയുടെ
ആതിരയുടെ പ്രതിമാനം അടക്കം ചെയ്തേക്കുന്ന ഇവിടെയാണ്. 2012 എനിക്ക് തോന്നുന്നത് കേട്ടോ. 2012 തോന്നുന്നത് ഇത് മരിച്ചത്. 2012 എനിക്ക് തോന്നുന്നത്. കാരണം പുൽപ്പള്ളിക്കാരുടെയൊക്കെ പേര് കേട്ട ആനയായിരുന്നു കേട്ടോ. പുൽപ്പള്ളിക്കാരുടെയൊക്കെ ഒത്തിരി പേര് ഇഷ്ടമുള്ള ആനയായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പേരിൽ കെട്ടിയേക്കുന്നതാണ് കേട്ടോ നമ്മുടെ ശങ്കരൻകുട്ടിയുടെ. സീതാദേവി അമ്മയുടെ പിന്നെ തിടമ്പ് കെട്ടിയത്. ഞാൻ വീട്ടിലേക്ക് അവർ ഒച്ചയെടുക്കുന്നു നോക്കിയതാണ്. ഞാൻ ആദൂട്ടിനെ കൊണ്ട് കാണിച്ചതാണ്. കുഞ്ഞുവാവ തലയൊക്കെ പൊന്തിച്ച് നമ്മുടെ ഒറ്റക്കൊമ്പനെ നോക്കുന്നുണ്ട്, നമ്മുടെ ശങ്കരൻകുട്ടീനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ പണിതതാണ് കേട്ടോ. ഇതൊന്നും ആർക്കും മറക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മുടെ പുൽപ്പള്ളിക്കാർക്കൊന്നും ഇത് മറക്കാൻ പറ്റിയില്ല. നമ്മുടെ ശങ്കരൻകുട്ടീനെ ഒന്നും മറക്കാൻ പറ്റിയില്ല. പുൽപ്പള്ളിക്കാർക്കെല്ലാം അറിയാം കേട്ടോ. അപ്പോൾ ആദൂട്ടിയെ നോക്കുവാണ്. ഞാനിപ്പോൾ വീട്ടിൻ്റെ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി നിന്നാണ് വോയിസ് കൊടുക്കുന്നത്. കാരണം ഇവരെല്ലാവരും കൂടി ആകുമ്പോൾ ഭയങ്കര ശബ്ദമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറി നിന്നാണ് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ണീനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഉണ്ണീനോട് പറയാം, ഉണ്ണിക്കുട്ട ഞാൻ കോളേജിലൊക്കെ വരുമ്പോഴും അത് ചെറുപ്പത്തിലൊക്കെ ഞാൻ ഈ ആനേനെ കണ്ടിട്ടുണ്ട് ഉണ്ണിക്കുട്ടാന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ചോദിച്ചാൽ അമ്മ സത്യമാണോ പറയുന്നതെന്ന് ചോദിച്ചാണ്. ഇതാണ് നമ്മുടെ സീതാദേവി അമ്മയുടെ ഫ്രണ്ട് വശം കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കി നമ്മൾ നാളെ കടയിൽ പോകുന്നതും കഞ്ഞി കുടിക്കുന്നതും ഇതിൻ്റെ പാർട്ട് ബാക്കി നാളെയുണ്ട്. അത് നാളെ ഞാൻ ഇന്ന് വോയിസ് ചെയ്ത് കൊടുത്തിട്ട് അത് നാളെ വരും കേട്ടോ. അങ്ങനെ ഇതേ സീതാദേവി ലവകുശ ക്ഷേത്രം എന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും കൂടി ഒരു വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ചെയ്തതാണ് കേട്ടോ. ക്യാമറമാൻ ആദൂട്ടിയുടെ അച്ഛൻ തന്നെയാണ്. ആൾ വീഡിയോയ്ക്ക് എല്ലാം എടുത്തു തരും കേട്ടോ. ഫുൾ സപ്പോർട്ടാണ് വീഡിയോ എടുത്തു തരുന്നതിനൊക്കെ. മാളൂസും ഉണ്ണിക്കുട്ടനൊന്നും ഇങ്ങനെ അധികം വീഡിയോയിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. പക്ഷേ ഇന്നിപ്പോൾ തിരക്ക് കുറവായിരുന്നു കേട്ടോ. ചില ദിവസം ഇവിടെ ഭയങ്കര തിരക്കാണ്, ചില ദിവസം തിരക്ക് കുറവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ത്രിമധുരമൊക്കെ മേടിച്ച് പോകുവാണ് കേട്ടോ. അപ്പോൾ ആദൂട്ടിയുടെ അച്ഛൻ ആദൂട്ടി ചന്ദനം കളഞ്ഞു, അത് തൊട്ട് കൊടുത്താണ്. അങ്ങനെ നമ്മൾ ഇതാട്ടോ ത്രിമധുരത്തിന് കിട്ടിയ കൽക്കണ്ടമൊക്കെ ഇതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.